വിനീത് ശ്രീനിവാസൻ ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നുമാണ് നോക്കാൻ പോകുന്നത്. 2010 പുറത്തിറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് വിനീതേട്ടൻ സിനിമാ സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. മ്യൂസിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ 5 സുഹൃത്തുക്കളുടെയും അവരുടെ ക്ലബിന്റെയും കഥയായിരുന്നു പറഞ്ഞിരുന്നത്. നിവിൻ പോളി, അജു വർഗീസ്, ഭഗത്, ഹരികൃഷ്ണൻ, നെടുമുടി വേണു, ജഗതി, സുരാജ് വഞ്ഞാറമൂട്, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് സൂപ്പർ താരങ്ങളായ നിവിൻ പോളി, അജു വർഗീസ്, ഭഗത് തുടങ്ങിയവരുടെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ വിനീത് തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. നടൻ ദിലീപ് ആയിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 2 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. 6 പാട്ടുകളുള്ള ഈ സിനിമയിലെ 4 പാട്ടുകളും പാടിയത് വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു. പാട്ടുകളും വളരെയധികം ഹിറ്റായിരുന്നു അന്നത്തെ കാലത്ത്. ഈ സിനിമയുടെ IMDb റേറ്റിംഗ് 6.5 ഔട്ട് ഓഫ് 10 ആയിരുന്നു. അങ്ങനെ ആദ്യ സിനിമയിലൂടെ തന്നെ വിനീത് ശ്രീനിവാസൻ സംവിധായകനായുള്ള തന്റെ കഴിവ് തെളിയിച്ചു. വിനീത് ശ്രീനിവാസൻ രണ്ടാമതായി സംവിധാനം ചെയ്തത് 2012 പുറത്തിറങ്ങിയ തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയായിരുന്നു. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, ഇഷ തൽവാർ, അജു വർഗീസ്, ശ്രീനിവാസൻ, മനോജ് കെ ജയൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. നിവിൻ പോളിക്ക് വലിയൊരു ബ്രേക്ക് നൽകിയ സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ പട്ടികയിലേക്ക് ഉയരുകയായിരുന്നു. അന്നത്തെ കാലത്തെ യുവാക്കൾക്കിടയിലും കോളേജ് പയ്യന്മാർക്കിടയിലും ഈ സിനിമ വലിയൊരു ട്രെൻഡായിരുന്നു. ഈ സിനിമയ്ക്ക് ശേഷം തട്ടമിട്ട പെൺകുട്ടികൾക്ക് പിന്നാലെ നടക്കുന്ന യുവാക്കളുടെ എണ്ണം കൂടുകയും ചെയ്തിരുന്നു. അത്രക്കേറെ ഈ സിനിമ സ്വാധീനമുണ്ടാക്കിയിരുന്നു. സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈലും അന്ന് വലിയ തരംഗമായി. സംശയമുണ്ടെങ്കിൽ 2012 കാലഘട്ടങ്ങളിൽ കോളേജിൽ പഠിച്ച പയ്യന്മാരോട് ചോദിച്ചാൽ അറിയാം. സിനിമയിലെ ആയിഷ എന്ന നായിക കഥാപാത്രം അവതരിപ്പിച്ച ഇഷ തൽവാറിന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. മുകേഷും ശ്രീനിവാസനും ചേർന്നായിരുന്നു ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 3 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 19 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. 7.4 ഔട്ട് ഓഫ് 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. മാത്രമല്ല സഹബാസ് സുബ്രഹ്മണ്യം എന്ന പേരിൽ തെലുങ്കിലേക്കും വീണ്ടും ഒരു കാതൽ കഥ എന്ന പേരിൽ തമിഴിലേക്കും ഈ സിനിമ പിന്നീട് റീമേക്ക് ചെയ്തിരുന്നു. വിനീതിന്റെ മൂന്നാമത്തെ ചിത്രം 2013 പുറത്തിറങ്ങിയ തിര എന്ന സിനിമയായിരുന്നു. മിസ്റ്ററി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ശോഭന, ധ്യാൻ ശ്രീനിവാസൻ, ദീപക് പരമ്പോൾ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കാണാതായ തന്റെ സഹോദരിയെ തിരഞ്ഞു വരുന്ന നവീന്റെയും സോഷ്യൽ വർക്കറായ രോഹിണിയുടെയും കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. ദ റോഡ് ഓഫ് ലോസ്റ്റ് ഇന്നസെൻസ് എന്ന ബുക്കിനെ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. ധ്യാൻ ശ്രീനിവാസന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. ശോഭനയുടെ മികച്ച പ്രകടനമായിരുന്നു ഈ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. രാകേഷ് മണ്ടോടിയായിരുന്നു ഈ സിനിമയുടെ കഥയും തിരക്കഥയും ഒരുക്കിയിരുന്നത്. നിരൂപകരിൽ നിന്നും നല്ല അഭിപ്രായം ലഭിച്ചിട്ടും നല്ല സിനിമയായിരുന്നിട്ടും ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. 7.3 ഔട്ട് ഓഫ് 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്. തുടക്കത്തിൽ ഈ സിനിമയുടെ 2ഉം 3ഉം ഭാഗങ്ങൾ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ തിര എന്ന ആദ്യ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായതോടുകൂടി 2ഉം 3ഉം ഭാഗങ്ങൾ പിന്നീട് സംവിധായകനും അണിയറ പ്രവർത്തകരും ചേർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. വിനീത് ശ്രീനിവാസൻ 4ാമത് സംവിധാനം ചെയ്ത സിനിമ 2016 പുറത്തിറങ്ങിയ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രമായിരുന്നു. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിവിൻ പോളി, രഞ്ജി പണിക്കർ, ലക്ഷ്മി രാമകൃഷ്ണൻ, അന്ന സബാഷ്യൻ, ശ്രീനാഥ് ബാസി, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയുടെ കഥ പരിശോധിക്കുകയാണെങ്കിൽ ഗൾഫിലെ ബിസിനസ്സുകാരനായ ജേക്കബിന് ചതി പറ്റുകയും ബിസിനസ്സിൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. ആ സാമ്പത്തിക ബാധ്യതകളൊക്കെ അദ്ദേഹത്തിന്റെ മകൻ നികത്തുന്നതും സക്സസ് ആയി ബിസിനസ് തിരിച്ചുപിടിക്കുന്നതുമായിരുന്നു കഥ. എന്നാൽ ഈ കഥ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കി എടുത്തതായിരുന്നു. മലയാളി NRI ബിസിനസ്മാനായ ജേക്കബ് സക്കറി എന്നൊരാളുടെ കഥയായിരുന്നു ഇത്. നിവിൻ പോളി അവതരിപ്പിച്ച ഗ്രിഗറി ജേക്കബ് എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ ഗ്രിഗറി ജേക്കബ് സക്കറിയായിരുന്നു. അദ്ദേഹം വിനീത് ശ്രീനിവാസന്റെ അടുത്ത സുഹൃത്തായിരുന്നു. സുഹൃത്തിന്റെയും അച്ഛന്റെയും ജീവിതത്തിൽ നടന്ന യഥാർത്ഥ കഥയായിരുന്നു ഈ സിനിമയിലൂടെ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഈ സിനിമയിൽ അശ്വിൻ കുമാർ അവതരിപ്പിച്ച മുരളി എന്ന കഥാപാത്രം ആദ്യം അവതരിപ്പിക്കേണ്ടിയിരുന്നത് ഗൗതം വാസ്തേവ് മേനോനായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഈ സിനിമയിൽ ജോയിൻ ചെയ്യാൻ പറ്റാതെ വരികയായിരുന്നു. ഏകദേശം 7.5 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 30 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. 7.6 ഔട്ട് ഓഫ് 10 ആയിരുന്നു ഈ സിനിമയുടെ IMDb റേറ്റിംഗ്.
അടുത്തത് ജേക്കബിന്റെ സ്വർഗരാജ്യം കഴിഞ്ഞ് 6 വർഷങ്ങൾക്ക് ശേഷമാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്നത്. അത് 2022 പുറത്തിറങ്ങിയ ഹൃദയം എന്ന സിനിമയായിരുന്നു. കമ്മിങ് ഓഫ് ഏജ് റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ദർശന രാജേന്ദ്രൻ, അജു വർഗീസ്, വിജയരാഘവൻ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. അരുൺ നീലകണ്ഠന്റെയും ദർശനയുടെയും ക്യാമ്പസ് പ്രണയവും അരുണിന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും 52 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിരുന്നു. ഹൃദയം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന 3ാമത്തെ സിനിമ കൂടിയായിരുന്നു ഹൃദയം. നല്ലൊരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു ഇത്. ഈ സിനിമയിലെ പാട്ടുകളും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ബെസ്റ്റ് ഫിലിം വിത്ത് പോപ്പുലർ അപ്പീൽ അവാർഡും ഈ ചിത്രം നേടിയിരുന്നു. അതുകൂടാതെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർക്കുള്ള അവാർഡും ഈ സിനിമയിലൂടെ ഹിഷാം അബ്ദുൽ വഹാബിന് ലഭിച്ചിരുന്നു. 8.1 ഔട്ട് ഓഫ് 10 ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന IMDb റേറ്റിംഗ്. 6ാമത്തെ സിനിമ 2024 ഏപ്രിൽ 11 തിയേറ്ററുകളിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ്. പീരീഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാല്, ധ്യാൻ ശ്രീനിവാസന്, നിവിൻ പോളി, അജു വർഗീസ്, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, നീരജ് മാധവ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സംവിധായകൻ വിനീത് ശ്രീനിവാസൻ തന്നെയാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. വൈശാഖ് സുബ്രഹ്മണ്യനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. ഭൂരിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മികച്ചൊരു ഫീൽ ഗുഡ് സിനിമയാണിതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം തന്നെ 12.5 കോടിക്ക് മുകളിൽ ഈ ചിത്രം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കളക്ഷൻ നേടി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകരും ആരാധകരും. ഒരുപാട് പരാജയ സിനിമകൾക്ക് ശേഷം നിവിൻ പോളിയുടെയും ധ്യാൻ ശ്രീനിവാസന്റെയും ശക്തമായൊരു തിരിച്ചുവരവാണ് ഈ സിനിമയിലൂടെ കണ്ടതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ സിനിമ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നറിയാൻ കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. ബോക്സ് ഓഫീസിൽ നിന്നും ഇപ്പോൾ നല്ല പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമ തീർച്ചയായും നല്ലൊരു വിജയ ചിത്രമാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. സിനിമയുടെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച വിനീത് ശ്രീനിവാസൻ ഇതുവരെ 6 സിനിമകളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സിനിമ മാത്രമാണ് പരാജയപ്പെട്ടത്. ബാക്കി സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷനാണ് നേടിയെടുത്തത്. കൂടാതെ 2025 പുറത്തിറങ്ങിയ കരം എന്ന സിനിമയും സംവിധാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2016 പുറത്തിറങ്ങിയ ആനന്ദം, 2019 പുറത്തിറങ്ങിയ ഹെലൻ എന്നീ 2 സിനിമകൾ വിനീത് ശ്രീനിവാസൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ വിട്ടുപിരിഞ്ഞ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഷാഫി ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകൾ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നുമാണ് നോക്കാൻ പോകുന്നത്. 1996 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ദില്ലി വാല രാജകുമാർ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിക്കൊണ്ടാണ് ഷാഫി സിനിമ സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. എന്നാൽ ഷാഫി ആദ്യമായി സ്വതന്ത്രമായി സംവിധാനം ചെയ്യുന്നത് 2001 ജയറാമിനെ നായകനാക്കി പുറത്തിറക്കിയ വൺ മാൻ ഷോ എന്ന ചിത്രമായിരുന്നു. ജയറാമിനെ കൂടാതെ മുകേഷ്, സംയുക്ത വർമ്മ, ലാലെ, കലാഭവൻ മണി, മന്യ, നരേന്ദ്രപ്രസാദ്, ജനാർദ്ദൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് റാഫി മെക്കാട്ടനായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത സിനിമ 2002 ദിലീപിനെ നായകനാക്കി പുറത്തിറക്കിയ കല്യാണരാമൻ എന്ന ചിത്രമായിരുന്നു. സംവിധായകൻ ലാലായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരുന്നത് ബെന്നി പി നാരമ്പലമായിരുന്നു. ദിലീപിനെ കൂടാതെ നവ്യ നായർ, കുഞ്ചാക്കോബൻ, ലാലു അലക്സ്, ഇന്നസെന്റ്, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമയിലെ പല കോമഡി രംഗങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റാണ്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. ഈ സിനിമ 2003 തെലുങ്കിലേക്ക് കല്യാണ രാമഡു എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. ഷാഫിയുടെ അടുത്ത സംവിധാന സിനിമ 2003 പുറത്തിറങ്ങിയ പുലിവാൽ കല്യാണമായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരുന്നത് ഉദയകൃഷ്ണ, സിബി കെ തോമസ് ആയിരുന്നു. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ജയസൂര്യ, കാവ്യ മാധവൻ, ലാലു അലക്സ്, ജഗദീഷ് ശ്രീകുമാർ, അർഷി അശോകൻ, സലീം കുമാർ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരായിരുന്നു. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ഇപ്പോഴും ഈ സിനിമ കണ്ടാലും മതി വരാത്ത രീതിയിലുള്ള ഒരുപാട് കോമഡി രംഗങ്ങളുണ്ട്. ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ഈ സിനിമ 2006 ചെല്ലാട്ട എന്ന പേരിൽ കന്നഡയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. അടുത്തത് 2005 പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും എന്ന സിനിമയായിരുന്നു. ബെന്നി പി നാരമ്പലമായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ നിർമ്മിച്ചത് നമ്മുടെ ലാൽ തന്നെയായിരുന്നു. മമ്മൂട്ടി, ലാല്, രാജൻ പി ദേവ്, ലയ, സിന്ധു മേനോൻ, സലീം കുമാർ, ജനാർദ്ദനൻ, കലാശാല ബാബു തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. ഈ സിനിമ കന്നഡയിലേക്കും തമിഴിലേക്കും പിന്നീട് റീമേക്ക് ചെയ്തിരുന്നു.
ഷാഫിയുടെ അടുത്ത സിനിമ 2005 പുറത്തിറങ്ങിയ മജ എന്ന തമിഴ് സിനിമയായിരുന്നു. വിജി ആയിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് വിക്രം, അസിൻ, പശുപതി, മണിവർണ്ണൻ, വടിവേലു, വിജയകുമാർ, ബിജു മേനോൻ, മുരളി, അനു പ്രഭാകർ തുടങ്ങിയവരൊക്കെയായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഷാഫിയുടെ തന്നെ സംവിധാനത്തിൽ 2005 മമ്മൂട്ടിയും ലാലും അഭിനയിച്ച് പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും എന്ന ബ്ലോക്ക് പോസ്റ്റർ സിനിമയുടെ ഒഫീഷ്യൽ തമിഴ് റീമേക്ക് ആയിരുന്നു ഇത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. ഷാഫിയുടെ ആദ്യ തമിഴ് ചിത്രം കൂടിയായിരുന്നു മജ. അടുത്ത സിനിമ 2007 മമ്മൂട്ടി നായകനെത്തിയ മായാവി എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് റാഫി മെക്കാട്ടനായിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ മനോജ് ഗജയൻ, സായ് കുമാർ, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, വിജയരാഘവൻ, സന്തോഷ് ജോഗി, ഗോപിക തുടങ്ങി വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. ആ വർഷം ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി മാറുകയും ചെയ്തു നമ്മുടെ മായാവി. കൂടാതെ 2010 വലക്കോട്ട് എന്ന പേരിൽ ഈ ചിത്രം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്ത സിനിമ 2007 തന്നെ പുറത്തിറങ്ങിയ ചോക്ലേറ്റ് ആയിരുന്നു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചത് സച്ചിയും സേതുമായിരുന്നു. പൃഥ്വിരാജ്, ജയസൂര്യ, റോമ, സമൃദ്ധ സുനിൽ, രമ്യ നമ്പീശൻ, സലീം കുമാർ, സൈജു കുറുപ്പ്, ലാലു അലക്സ്, രാജൻ പി ദേവി തുടങ്ങി വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. പിന്നീട് ഈ ചിത്രം തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത സിനിമ 2008 പുറത്തിറങ്ങിയ ലോലിപോപ്പ് ആയിരുന്നു. റൊമാൻറ്റിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരുന്നത് ബെന്നി പി നാരമ്പലമായിരുന്നു. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, റോമ, ഭാവന, സലീം കുമാർ, സുരാജ് വെഞ്ഞാറമൂട്, ബിജു കുട്ടൻ, നാരായണൻകുട്ടി, രാജൻ പി ദേവ് തുടങ്ങി വലിയൊരു ടീമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും ആവറേജ് പ്രതികരണമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയത്. അടുത്ത സിനിമ 2009 പുറത്തിറങ്ങിയ ചട്ടമ്പി നാടായിരുന്നു. ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് ബെന്നി പി നാരമ്പലമായിരുന്നു. മമ്മൂട്ടി, സിദ്ദിഖ്, മനോജ് ഗജയൻ, സുരാജ് വെഞ്ഞാറമൂട്, വിനു മോഹൻ, റായ് ലക്ഷ്മി, മീനാക്ഷി, മൈഥിലി, സലീം കുമാർ, ജനാർദ്ദനൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഗെറ്റപ്പും ഭാഷാ ശൈലിയുമായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. ഈ സിനിമയിലെ പല രംഗങ്ങളും ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പ്രത്യേകിച്ച് സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ച ദശമൂലം ദാമു എന്ന കഥാപാത്രം. അടുത്ത സിനിമ 2010 പുറത്തിറങ്ങിയ മേരി കുണ്ടൊരു കുഞ്ഞാട് എന്ന സിനിമയായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് ബെന്നി പി നാരമ്പലമായിരുന്നു. ദിലീപ്, ബിജു മേനോൻ, ഭാവന, വിജയരാഘവൻ, വിനയ് പ്രസാദ്, ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, സലീം കുമാർ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയിലെ കോമഡിക്ക് ലഭിച്ചത്. ഏകദേശം 3.5-4 കോടി ബജറ്റ് നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അന്നത്തെ കാലത്ത് 22.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. പിന്നീട് 2012 ഈ സിനിമ പ്രിയദർശൻ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. കമാൽ ദമാൽ മാലാമാൽ എന്നായിരുന്നു സിനിമയുടെ പേര്. അടുത്ത സിനിമ 2011 പുറത്തിറങ്ങിയ മേക്കപ്പ് മാൻ എന്ന ചിത്രമായിരുന്നു. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് സച്ചിയും സേതുമായിരുന്നു. ജനാർദ്ദനൻ, ഷീല, സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ് ശ്രീകുമാർ, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്തൊരു അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത സിനിമ 2011 പുറത്തിറങ്ങിയ വെനീസിലെ വ്യാപാരി എന്ന ചിത്രമായിരുന്നു. കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് ജെയിംസ് ആൽബർട്ട് ആയിരുന്നു. മമ്മൂട്ടി, കാവ്യ മാധവൻ, പൂനം ബജുവ, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ് ശ്രീകുമാർ, സലീം കുമാർ, വിജയരാഘവൻ, സുരേഷ് കൃഷ്ണ, ബിജു മേനൻ തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷകളോടെ തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു ഇത്. ഏകദേശം 4.5 കോടിയാണ് അന്നത്തെ കാലത്തെ ബജറ്റ് കണക്കാക്കുന്നത്. പക്ഷേ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. വെറും 2 കോടി മാത്രമാണ് ഈ സിനിമ കളക്ഷൻ നേടിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. ഷാഫിയുടെ അടുത്ത സിനിമ പുറത്തിറങ്ങുന്നത് 2012 101 വെഡ്ഡിങ്സ് എന്നായിരുന്നു സിനിമയുടെ പേര്. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് കളവൂർ രവികുമാർ ആയിരുന്നു. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, ബിജു മേനോൻ, സമൃദ്ധ സുനിൽ, ഭാമ, ശൃന്ദ, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെ ആയിരുന്നു. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറുകയായിരുന്നു. അടുത്ത സിനിമ 2015 പുറത്തിറങ്ങിയ 2 കൺട്രീസ് എന്ന ചിത്രമായിരുന്നു. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് റാഫി ആയിരുന്നു. ദിലീപ്, മമത മോഹൻദാസ്, ഇഷ തൽവാർ, മുകേഷ്, അജു വർഗീസ്, സുരാജ് വെഞ്ഞാറമൂട്, ജഗദീഷ്, റാഫി തുടങ്ങി വലിയൊരു ടീം ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു.
പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. അന്നത്തെ കാലത്ത് ഏകദേശം 12 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 55 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. ഈ സിനിമ പിന്നീട് തെലുങ്കിലേക്കും കന്നഡയിലേക്കും റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത സിനിമ 2017 പുറത്തിറങ്ങിയ ഷെർലക് ടോംസ് എന്ന സിനിമയായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് നജീം കോയയും സച്ചിയും ചേർന്നായിരുന്നു. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ബിജു മേനോൻ, സലീം കുമാർ, മിയ, ശൃന്ദ, വിജയ് കുമാർ തുടങ്ങിയവരൊക്കെ ആയിരുന്നു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ഹിറ്റ് ചിത്രമായിരുന്നു. അടുത്ത സിനിമ 2018 പുറത്തിറങ്ങിയ ഒരു പഴയ ബോംബ് കഥ. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് ബിഞ്ചു ജോസഫ്, സുനിൽ കർമ്മ തുടങ്ങിയവരായിരുന്നു. ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ബിബിൻ ജോർജ്, പ്രയാഗ മാർട്ടിൻ, ഹരീഷ് കണാരൻ തുടങ്ങിയവരായിരുന്നു. ഈ ചിത്രത്തിനും ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് 2019 പുറത്തിറങ്ങിയ ചിൽഡ്രൻസ് പാർക്ക് എന്ന സിനിമയായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത് റാഫിയായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ധ്രുവ്, ഷർഫുദ്ദീൻ, മാനസ, ഗായത്രി സുരേഷ് തുടങ്ങിയവരൊക്കെയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും ആവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമാണ് കഷ്ടി നേടി. അടുത്ത സിനിമ 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദം എന്ന ചിത്രമായിരുന്നു. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഷറഫുദ്ദീൻ ഇന്ദ്രൻസ്, അജു വർഗീസ്, വനിത, ബൈജു സന്തോഷ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സിനിമയ്ക്കും ഒരു ആവറേജ് വിജയം നേടാൻ സാധിച്ചിരുന്നു. ഈ ചിത്രമായിരുന്നു ഷാഫി അവസാനമായി സംവിധാനം ചെയ്തത്. നമ്മുടെ ജീത്തു ജോസഫ് ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടോ അതോ വിജയിച്ചോ എന്നാണ് നോക്കാൻ പോകുന്നത്. 2007 സുരേഷ് ഗോപി നായകനായെത്തി ഡബിൾ റോളിലെത്തിയ ഡിക്റ്റേറ്റീവ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് ജീത്തു ജോസഫ് സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സുരേഷ് ഗോപിയെ കൂടാതെ സിന്ധു മേനോൻ, ജോജോ ജോർജ്, മധു വാര്യർ, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ പ്രചോദ് തുടങ്ങിയവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ജീത്തു ജോസഫിന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടില്ല. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. ജീത്തോട്ടന്റെ രണ്ടാമത്തെ ചിത്രം 2010 പുറത്തിറങ്ങിയ മമ്മി ആൻഡ് മീ എന്ന സിനിമയായിരുന്നു. ഫാമിലി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത് ഉർവശി, മുകേഷ്, കുഞ്ചാക്ക ബോബൻ, അർച്ചന കവി തുടങ്ങിയവരായിരുന്നു. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശമല്ലാത്തൊരു അഭിപ്രായം ലഭിച്ചിരുന്നു. സിനിമ ബോക്സ് ഓഫീസിൽ ആവറേജ് ഹിറ്റായിരുന്നു. കൂടാതെ ഉർവശിക്ക് മികച്ച സപ്പോർട്ടിംഗ് ആക്ട്രസിനുള്ള ഫിലിം ഫെയർ അവാർഡും ഈ സിനിമയിലൂടെ കിട്ടിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമ 2012 പുറത്തിറങ്ങിയ മൈ ബോസ് എന്ന ചിത്രമായിരുന്നു. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപ് ആയിരുന്നു നായകൻ. മമത മോഹൻദാസ്, കലാഭവൻ ഷാജോൺ, സായ് കുമാർ, സ്നേഹ തുടങ്ങിയവരൊക്കെ മറ്റു കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിരുന്നു. 2009 പുറത്തിറങ്ങിയ അമേരിക്കൻ സിനിമയായ ദ പ്രപ്പോസൽ എന്ന സിനിമയെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ സിനിമ എടുത്തിരുന്നത്. 2014 ഈ സിനിമ കന്നഡയിലേക്ക് സോഫ്റ്റ്വെയർ ഗണ്ട എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. മാത്രമല്ല തമിഴിലേക്ക് 2021 സണ്ടക്കാരി എന്ന പേരിലും റീമേക്ക് ചെയ്തു. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്ത സിനിമ ജീത്തു ജോസഫ് 2013 സംവിധാനം ചെയ്തിരുന്നത്. മെമ്മറീസ് എന്നായിരുന്നു സിനിമയുടെ പേര്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ, SP ശ്രീകുമാർ, മേഘന രാജ്, മിയ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമ ആരത് സിനം എന്ന പേരിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുകയും ചിത്രം കൾട്ട് സ്റ്റാറ്റസ് നേടുകയും ചെയ്തിരുന്നു. ജീത്തു ജോസഫിന്റെ അടുത്ത സിനിമ 2013 പുറത്തിറങ്ങിയ ദൃശ്യമായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാല്, മീന, അൻസിബാസൻ, എസ്തർ അനിൽ, ആശ ശരത്ത്, സിദ്ദിഖ്, കലാഭവൻ ഷാജോൺ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നതെന്നാണ്. 2014 ദൃശ്യം എന്ന പേരിൽ കന്നഡയിലേക്കും, ദൃശ്യം എന്ന പേരിൽ 2014 തന്നെ തെലുങ്കിലേക്കും, പാപനാശം എന്ന പേരിൽ 2015 തമിഴിലേക്കും റീമേക്ക് ചെയ്ത ചിത്രം 2015 ഹിന്ദിയിൽ ദൃശ്യം എന്ന പേരിൽ റീമേക്ക് ചെയ്തിരുന്നു. സിൻഹള ഭാഷയിൽ ധർമ്മയുദ്ധ എന്ന പേരിൽ 2017 റീമേക്ക് ചെയ്തു. എന്തിനേറെ പറയുന്നു, ചൈനീസ് ഭാഷയിലേക്ക് 2019 റീമേക്ക് ചെയ്തിരുന്നു. ഷീപ്പ് വിത്തൗട്ട് എ ഷെപ്പേർഡ് എന്നായിരുന്നു ചിത്രത്തിന്റെ പേര്. മറ്റൊരു കാര്യം, മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ ഒരുപാട് പരാജയങ്ങൾ തുടർച്ചയായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ദൃശ്യം റിലീസായത്. ദൃശ്യത്തിലൂടെ വമ്പൻ തിരിച്ചുവരവാണ് മോഹൻലാൽ നടത്തിയത്. സിനിമ ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. അടുത്തത് 2015 പുറത്തിറങ്ങിയ പാപനാശം എന്ന തമിഴ് സിനിമയായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കമൽഹാസൻ, ഗൗതമി, നിവേദിത തോമസ്, എസ്തർ
അനിൽ, കലാഭവൻ മണി തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ ചിത്രം നമ്മുടെ മലയാളത്തിലെ ദൃശ്യത്തിന്റെ തമിഴ് ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. മലയാളത്തിലെ പോലെ തന്നെ പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് 2015 പുറത്തിറങ്ങിയ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയായിരുന്നു. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപ് ആയിരുന്നു നായകൻ. രചന നാരായണൻകുട്ടി, ജ്യോതി കൃഷ്ണ, ചെമ്പിൽ അശോകൻ, ഹരീഷ് പേരടി, കൃഷ്ണപ്രഭ തുടങ്ങിയവരൊക്കെ ആയിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത്. ജോസൂട്ടിയുടെ ലൈഫ് അങ്ങനെ അങ്ങോട്ട് ഏറ്റില്ല. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. അടുത്ത സിനിമ 2016 പുറത്തിറങ്ങിയ ഊഴം എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ, ആൻസൺ പോള്, ദിവ്യ പിള്ളൈ, നീരജ് മാധവ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. ഈ സിനിമ പിന്നീട് മറാഠിയിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് 2018 പുറത്തിറങ്ങിയ ആദി എന്ന ചിത്രമാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രണവ് മോഹൻലാൽ ആയിരുന്നു നായകൻ. ജഗ്പതി ബാബു, സിദ്ദീഖ്, ലെന, അതിഥി രവി, അനുശ്രീ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മോഹൻലാൽ ഈ സിനിമയിൽ ഒരു കാമിയോ റോളും എത്തിയിരുന്നു. മുതിർന്നതിന് ശേഷമുള്ള പ്രണവ് മോഹൻലാലിന്റെ ആദ്യ നായക വേഷം കൂടിയായിരുന്നു ഇത്. പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. 2018 ഹൈയസ്റ്റ് ഗ്രോസിംഗ് മലയാളം സിനിമ കൂടിയായിരുന്നു ആദി. ജീത്തു ജോസഫിന്റെ അടുത്ത സിനിമ പുറത്തിറങ്ങുന്നത് 2019 ചിത്രത്തിന്റെ പേര് മിസ്റ്റർ ആൻഡ് മിസിസ് റൗഡി എന്നായിരുന്നു. കാളിദാസ് ജയറാം, സെബിൻ ബെൻസൺ, അപർണ ബാലമുരളി, വിജയരാഘവൻ, ഭഗത് ഇമ്മാനുവൽ, ഗണപതി തുടങ്ങിയവരൊക്കെ ആയിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും അത്ര നല്ല അഭിപ്രായമല്ലായിരുന്നു ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ നിർഭാഗ്യവശാൽ പരാജയപ്പെടുകയായിരുന്നു. അടുത്തത് 2019 പുറത്തിറങ്ങിയ ദ ബോഡി എന്ന ഹിന്ദി സിനിമയായിരുന്നു. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഋഷി കപൂർ, ഇമ്രാൻ ഹാഷിമി, ശോഭിത ദുൽപാല, വേദിക തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. 2012 പുറത്തിറങ്ങിയ സ്പാനിഷ് ഫിലിമായ ദ ബോഡിയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആയിരുന്നു നമ്മൾ ഈ പറഞ്ഞ ദ ബോഡി. പക്ഷേ ജീത്തു ജോസഫിന്റെ ഹിന്ദിയിലെ ചുവടുവെപ്പ് ചെറുതായൊന്ന് പാളിപ്പോയി. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറി. അടുത്തത് 2019 പുറത്തിറങ്ങിയ തമ്പി എന്ന തമിഴ് സിനിമയായിരുന്നു. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കാർത്തി, ജ്യോതിക, സത്യരാജ്, നിഖില വിമൽ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയ്ക്ക് തരക്കേടില്ലാത്ത അഭിപ്രായം പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം നേടിയിരുന്നു. ജീത്തു ജോസഫിന്റെ അടുത്ത സിനിമ 2021 പുറത്തിറങ്ങിയ ദൃശ്യം 2 ആയിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ, മീന, എസ്തർ അനിൽ, മുരളി ഗോപി, അൻസിബ ഹസൻ, സിദ്ദീഖ് തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ കാരണം ഈ സിനിമ OTT വഴി റിലീസ് ചെയ്യുകയായിരുന്നു. 2021 ആമസോൺ പ്രൈം വഴിയായിരുന്നു ചിത്രം റിലീസ് ചെയ്തിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. സിനിമയുടെ OTT റൈറ്റ്സ് വമ്പൻ തുകയ്ക്കാണ് വിറ്റുപോയത്. അടുത്ത സിനിമ 2021 തന്നെയാണ് പുറത്തിറങ്ങുന്നത്. നമ്മുടെ ദൃശ്യം 2ന്റെ ഒഫീഷ്യൽ തെലുങ്ക് റീമേക്ക് ആയിരുന്നു. വെങ്കടേഷ്, മീന, നാദിയ, കൃതിക, എസ്തർ അനിൽ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. ഈ സിനിമയും തിയേറ്ററുകളിലായിരുന്നില്ല റിലീസ് ചെയ്തിരുന്നത്. ചിത്രം ആമസോൺ പ്രൈം വഴിയായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. നല്ല അഭിപ്രായമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. വൻ തുകയ്ക്ക് തന്നെയായിരുന്നു ഈ സിനിമയുടെ OTT റൈറ്റ്സും വിറ്റുപോയത്. അടുത്തത് 2022 പുറത്തിറങ്ങിയ 12th മാൻ എന്ന സിനിമയായിരുന്നു. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാൽ ആയിരുന്നു നായകൻ. ഉണ്ണിമുകുന്ദൻ, ശിവദ, അനുശ്രീ, അനു സിത്താര, സൈജു കുറുപ്പ്, രാഹുൽ മാധവ് തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കുറ്റാന്വേഷണ കഥയായിരുന്നു ഈ ചിത്രം പറഞ്ഞിരുന്നത്. ഈ സിനിമയും തിയേറ്ററുകളിലായിരുന്നില്ല റിലീസ് ചെയ്തിരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീം ചെയ്യുകയായിരുന്നു. തിയേറ്ററുകളിൽ ഈ സിനിമ വരാത്തത് പ്രേക്ഷകർക്ക് ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു. നല്ലൊരു തിയേറ്റർ അനുഭവമാണ് മിസ്സായത്. നല്ല അഭിപ്രായമായിരുന്നു പ്രേക്ഷകരിൽ നിന്നും ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ജീത്തു ജോസഫിന്റെ അടുത്ത സിനിമ 2022 പുറത്തിറങ്ങിയ കൂമൻ എന്ന ചിത്രമായിരുന്നു. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആസിഫ് അലി ആയിരുന്നു നായകൻ. രഞ്ജി പണിക്കർ, ഹേമന്ത്, ജാഫർ ഇടുക്കി, ബാബുരാജ് തുടങ്ങി വലിയൊരു താരനിര ഈ ചിത്രത്തിലുണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് വിജയം നേടിയിരുന്നു. അടുത്തത് 2023 പുറത്തിറങ്ങിയ നേരി എന്ന ചിത്രമായിരുന്നു. കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിലെ നായകൻ മോഹൻലാൽ ആയിരുന്നു. അനുശ്വര രാജൻ, പ്രിയാമണി, ശാന്തി മായാദേവി, സിദ്ദീഖ്, ജഗദീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയിരുന്നു. 86 കോടിക്ക് മുകളിൽ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടി വമ്പൻ വിജയം സ്വന്തമാക്കി.
സ്വന്തമാക്കിയിരുന്നു. അടുത്തത് 2024 ഓഗസ്റ്റ് 15 പുറത്തിറങ്ങി ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന, പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടി മുന്നേറുന്ന നുണക്കുഴി എന്ന ചിത്രമാണ്. ലിസിൽ ജോസഫ്, മനോജ് കെ ജയൻ, ഗ്രേസ് ആന്റണി, സിദ്ദീഖ്, അജു വർഗീസ്, സൈജു കുറുപ്പ്, ബൈജു തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1996 മുതൽ സംവിധായകൻ സിദ്ദീഖ് ഇൻഡിപെൻഡൻ്റായി സംവിധാനം ചെയ്ത സിനിമകളുടെ ബോക്സ് ഓഫീസ് റെക്കോർഡുകളാണ്. വിജയിച്ചോ പരാജയപ്പെട്ടോ. മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായി 1996 പുറത്തിറങ്ങിയ ഹിറ്റ്ലർ എന്ന സിനിമയാണ് സിദ്ദീഖിന്റെ സംവിധാനത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന സിനിമ. മുകേഷ്, ജഗദീഷ്, ശോഭന തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇൻഡസ്ട്രിയൽ ഹിറ്റായിരുന്നു ഈ സിനിമ. അമ്പൻ കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കി. ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത സിനിമ 1999 പുറത്തിറങ്ങിയ ഫ്രണ്ട്സ് എന്ന ചിത്രമാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ജയറാം, മുകേഷ്, ശ്രീനിവാസൻ, മീന, ദിവ്യ ഉണ്ണി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ഓൾ ടൈം ഇൻഡസ്ട്രിയൽ ഹിറ്റാണ്. തമിഴ്, തെലുങ്ക്, ഒഡിയ ഭാഷകളിലേക്ക് ഫ്രണ്ട്സ് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സിനിമ 2001 പുറത്തിറങ്ങിയ ഫ്രണ്ട്സിന്റെ തമിഴ് റീമേക്കാണ്. വിജയ്, സൂര്യ, രമേശ് ഖന്ന, ദേവയാനി, വടിവേലു തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. ഈ സിനിമയുടെ IMDb റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 7.5 ഔട്ട് ഓഫ് 10 നേടിയിട്ടുണ്ട്. അടുത്ത ചിത്രം 2003 പുറത്തിറങ്ങിയ ക്രോണിക് ബാച്ചിലർ. ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിൽ മമ്മൂട്ടി, മുകേഷ്, ഹരിശ്രീ അശോകൻ, രംഭ, ഭാവന തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചിത്രം 2004 പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ എങ്കിൽ അണ്ണ. വിജയകാന്ത്, പ്രഭുദേവ, നമിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 2003 പുറത്തിറങ്ങിയ ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയുടെ തമിഴ് റീമേക്കായിരുന്നു. സൂപ്പർ ഹിറ്റാണ് ഈ സിനിമ. സിദ്ദീഖിന്റെ അടുത്ത ചിത്രം 2005 പുറത്തിറങ്ങിയ തെലുങ്ക് സിനിമയായ മാറോ. ഈ ആക്ഷൻ സിനിമയിൽ നിതിൻ, മീര ചോപ്ര, അബ്ബാസ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. ഈ ചിത്രത്തിന്റെ IMDb റേറ്റിംഗ് 4.6 മാത്രമാണ്. അടുത്ത ചിത്രം 2008 തമിഴിൽ പുറത്തിറങ്ങിയ സാധു മെരുണ്ടാൻ. ആക്ഷൻ സിനിമയായിരുന്നു ഇത്. പ്രസന്ന, കാവ്യ മാധവൻ, അബ്ബാസ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 7.3 IMDb റേറ്റിംഗ് നേടിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായിരുന്നു. ഈ സിനിമ 2005 പുറത്തിറങ്ങിയ മാരോ എന്ന തെലുങ്ക് സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു. അടുത്ത സിനിമ 2010 പുറത്തിറങ്ങിയ ബോഡിഗാർഡ്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ സിനിമയിൽ ദിലീപ്, നയൻതാര, മിത്ര കുര്യൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. ഈ സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. അടുത്ത സിനിമ 2011 പുറത്തിറങ്ങിയ വിജയ് ചിത്രമായ കാവലനാണ്. മലയാളത്തിൽ പുറത്തിറങ്ങിയ നമ്മുടെ ബോഡിഗാർഡിന്റെ തമിഴ് റീമേക്കാണ് കാവലൻ. വിജയ്, ഹസിൻ, മിത്ര കുര്യൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മലയാളത്തിലേതുപോലെ തമിഴിലും വലിയ വിജയമായിരുന്നു കാവലൻ. അടുത്ത ചിത്രം സൽമാൻ ഖാനും കരീന കപൂറും പ്രധാന വേഷത്തിലെത്തി 2011 തന്നെ പുറത്തിറങ്ങിയ ബോഡിഗാർഡ് എന്ന ഹിന്ദി സിനിമയാണ്. മലയാളം ബോഡിഗാർഡിൻ്റെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു ഹിന്ദി ബോഡിഗാർഡ്. ഈ സിനിമ ഹിന്ദിയിലും സൂപ്പർ ഹിറ്റായിരുന്നു. സിദ്ദീഖിൻ്റെ ബോഡിഗാർഡ് എന്ന സിനിമ ഹിന്ദിയിലും മലയാളത്തിലും തമിഴിൽ കാവലനും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു. സിദ്ദീഖിൻ്റെ അടുത്ത ചിത്രം 2013 പുറത്തിറങ്ങി മോഹൻലാൽ നായകനായ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന സിനിമയാണ്. കോമഡി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ സിനിമയിൽ മമത മോഹൻദാസ്, മീര ജാസ്മിൻ തുടങ്ങിയവരായിരുന്നു നായികമാർ. ഈ ചിത്രം തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു. അടുത്ത ചിത്രം 2015 പുറത്തിറങ്ങിയ ഭാസ്കർ ദ റാസ്കൽ. ഫാമിലി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടി, നയൻതാര തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയിരുന്നു. തമിഴിലേക്ക് ഈ സിനിമ ഒഫീഷ്യലായി റീമേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ചിത്രം 2017 പുറത്തിറങ്ങിയ ഫുക്രി എന്ന സിനിമയാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ജയസൂര്യ, അനു സിത്താര, സിദ്ദീഖ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ സിനിമ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയത്. അടുത്ത സിനിമ 2018 റിലീസായ ഭാസ്കർ ഒരു റാസ്കൽ എന്ന തമിഴ് സിനിമയാണ്. മലയാളത്തിൽ പുറത്തിറങ്ങിയ ഭാസ്കർ ദ റാസ്കൽ എന്ന സിനിമയുടെ തമിഴ് ഒഫീഷ്യൽ റീമേക്കാണിത്. അരവിന്ദ് സ്വാമി, അമല പോൾ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
ബോക്സ് ഓഫീസിൽ അത്യാവശ്യം വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് ഈ അരവിന്ദ് സ്വാമി സിനിമയ്ക്ക്. അടുത്ത സിനിമ 2020 പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ ബിഗ് ബ്രദർ എന്ന സിനിമയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ വൻ പരാജയവും സിദ്ദീഖിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പരാജയം കൂടിയായിരുന്നു. സിദ്ദീഖിൻ്റെ കരിയറിൽ 2 സിനിമകളാണ് മോഹൻലാലിനോടൊപ്പം ചെയ്തത്. നിർഭാഗ്യവശാൽ ആ 2 സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. ഇതുവരെ നമ്മൾ നോക്കിയത് സിദ്ദീഖ് ഇൻഡിവിജ്വലായി സംവിധാനം ചെയ്ത സിനിമകളാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് വിവരങ്ങളാണ്. ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലൂടെയാണ് ഇരുവരും സഹസംവിധായകന്മാരായി സിനിമാ മേഖലയിലേക്ക് എത്തുന്നത്. 1989 പുറത്തിറങ്ങിയ റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയാണ് സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിൽ ആദ്യം പുറത്തിറങ്ങുന്ന സിനിമ. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സായ് കുമാർ, മുകേഷ്, ഇന്നസെന്റ്, രേഖ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് നേടിയ സിനിമയാണ്. ഈ സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഒഡിയ ഭാഷകളിലേക്ക് റീമേക്കും ചെയ്തിരുന്നു. അടുത്ത ചിത്രം 1990 പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ എന്ന സിനിമയാണ്. കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മുകേഷ്, ജഗദീഷ്, അശോകൻ, സിദ്ദീഖ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിരുന്നു. തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ ഈ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ചിത്രം 1991 പുറത്തിറങ്ങിയ ഗോഡ് ഫാദർ എന്ന സിനിമയാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മുകേഷ്, NN പിള്ള, ജഗദീഷ്, ഫിലോമിന, കനക തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ മലയാളത്തിൽ എക്കാലത്തെയും ചരിത്ര വിജയം നേടി ഇൻഡസ്ട്രിയൽ ഹിറ്റടിച്ച സിനിമയാണ്. ഈ സിനിമ മലയാളത്തിൽ 413 ദിവസങ്ങൾക്ക് മുകളിൽ തിയേറ്ററുകളിൽ ഓടിയിട്ടുണ്ട്. ഈ ചിത്രം ഹിന്ദി, കന്നഡ, തെലുങ്ക്, മറാഠി, ഒഡിയ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ചിത്രം 1992 പുറത്തിറങ്ങിയ വിയറ്റ്നാം കോളനിയാണ്. മോഹൻലാൽ, ഇന്നസെന്റ്, കനക തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ഇൻഡസ്ട്രിയൽ ഹിറ്റാണ്. മാത്രമല്ല ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുമുണ്ട്. അടുത്ത സിനിമ 1994 പുറത്തിറങ്ങിയ കാബൂളിവാല എന്ന ചിത്രമാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ, ഇന്നസെന്റ്, വിനീത്, ചാർമിള തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു. മാത്രമല്ല ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുമുണ്ട്. ഈ 5 സിനിമകളാണ് സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സിനിമകൾ. ഈ 5 സിനിമയും മലയാള സിനിമാ ചരിത്രത്തിൽ വമ്പൻ വിജയം നേടിയ സിനിമകളാണ്. കാബൂളിവാല എന്ന സിനിമയ്ക്ക് ശേഷം സിദ്ദീഖും ലാലും വേർപിരിയുകയായിരുന്നു. അവർ പിന്നീട് സ്വതന്ത്രമായി സിനിമകൾ സംവിധാനം ചെയ്യുകയും സിനിമയിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ സിദ്ദീഖ് സാറ് ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹം നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. മലയാള സിനിമാ മേഖലയ്ക്ക് ഒരുപാട് സിനിമകൾ സംഭാവന ചെയ്ത സംവിധായകനാണ് സിദ്ദീഖ് ലാൽ. മാത്രമല്ല സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. എന്തുതന്നെയായാലും ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.